പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 19ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: ദൈവമേ, നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. ഭയം ഒരു ആഗോള പ്രതിഭാസമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെടാത്തവരായി ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഓരോരുത്തരുടെയും ഭയത്തിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം. യാതൊന്നിനെയും ഭയപ്പെടാതെ സ്വർഗീയ സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഭൂമിയിലെ ആദ്യ ദമ്പതിമാരെ സാത്താൻ വഞ്ചനയിൽ കുടുക്കി ഭയമുള്ളവരാക്കി. ദൈവ സാന്നിധ്യത്തെ ഭയന്ന് മനുഷ്യൻ അത്തിയുടെ മറവിൽ ഒളിക്കേണ്ടതായി വന്നു. അന്ന് തുടങ്ങി ഭയമെന്ന മാരക വിപത്ത് മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പാപത്തിൻ്റെ ഫലമായി ലോകത്തിലേക്ക് കടന്നതാണ് ഭയം. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുകയും ദൈവസന്നിധിയിൽ എത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഭയമെന്ന കുരുക്കിൽ നിന്നും മനുഷ്യന് മോചനം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നാം ഇവിടെ ഈ പ്രഭാതം ചിന്തിക്കുന്നത് ഭയമെന്ന വികാരത്തിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമല്ല, പ്രസ്തുത ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. 3 വിധത്തിലുള്ള ഭയം മനുഷ്യർക്ക് ദൈവത്തോട് ഉണ്ടാകാം. ഒന്നാമതായി, എല്ലാ തെറ്റുകൾക്കും ദൈവം തക്ക അളവിൽ ശിക്ഷ വിധിക്കുന്നവനാകയാൽ ദൈവത്തെ ഭയക്കുകയും ന്യായവിധിയും ഓർത്തുള്ള ദൈവിക ഭയവും ഉണ്ടാകാം. രണ്ടാമതായി, ദൈവം അതിപരിശുദ്ധനും അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നവനുമാകയാൽ ദൈവത്തോട് സമീപിക്കുവാനുള്ള ഭയം മനുഷ്യനുണ്ട്. മൂന്നാമതായി, നാം ചെയ്യുന്ന പ്രവൃത്തികൾ നിമിത്തം ദൈവത്തിന് ദുഃഖമുണ്ടാകുമോ എന്നുള്ള ചിന്തയിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഉണ്ടാകുന്ന ഭയം. ഈ 3 നിലയിലും നാം ദൈവത്തെ ഭയപ്പെടേണ്ടതാണെങ്കിലും തൻ്റെ മക്കൾ തന്നോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൽ നിന്നും തന്നെ ഭയപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയുവാനും നമുക്ക് മാതൃകയാക്കുവാനുമായി ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് അബ്രഹാമിൻ്റെ കയ്യിൽ. എന്നാൽ അതിൽ പ്രധാനമായ ഒരു ഗുണമാണ് താൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത്. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശമായ ശ്രേഷ്ഠ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും താൻ പ്രാപിച്ചു. തന്നെ ബഹുസമ്പന്നനെന്ന പേരും അനുഗ്രഹങ്ങളും താൻ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിടയായി. അതിന് കാരണം ദൈവത്തെ ഭയപ്പെട്ടത് തന്നെയാണ്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരുന്നു യോസഫ്. ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഭയപ്പെടുന്ന കാര്യത്തിൽ ഒട്ടിലും പിന്നിലായിരുന്നില്ല. പാപം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങൾ ആവർത്തിച്ച് തൻ്റെ നേരെ വന്നപ്പോഴും താൻ ദൈവത്തെ ഭയപ്പെട്ടു ദോഷം ചെയ്തില്ല. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടന്നവനെ ദൈവം സിംഹാസനത്തിൽ എത്തിച്ചു. ആ രാജ്യത്തിൻ്റെ ഫറവോൻ കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ 2ാം സ്ഥാനം വഹിക്കുന്ന ശ്രേഷ്ഠ രാജാവായി മാറുവാനിടയായി. ജനിക്കുന്ന എബ്രായരുടെ ആൺമക്കളെ കൊല്ലണമെന്നുള്ള ഫറവോൻ്റെ കൽപ്പനയുമായി പുറപ്പെട്ട സ്തുതികർമ്മിണികൾ രാജാവിൻ്റെ കൽപ്പനയേക്കാൾ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ആരെയും കൊന്നില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ടിരുന്ന മറ്റൊരു ഭക്തനാണ് നെഹമ്യാവ്. ദൈവത്തോടുള്ള ഭയവും ദൈവജനത്തോടുള്ള കരുതലും നിമിത്തം ന്യായമായതും തനിക്ക് അർഹതപ്പെട്ടതുമായ പല നന്മകളും ത്യജിച്ച ഭക്തനായിരുന്നു താൻ. അതുകൊണ്ട് വെറും പാനപാത്രവാഹകനായിരുന്ന തന്നെ ദൈവം ഉയർത്തി ആ രാജ്യത്തിൻ്റെ ഗവർണറാക്കുകയും ചെയ്തു. ആകയാൽ പ്രിയ ദൈവവേദിലെ നാം ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും നമുക്കും നിരവധി നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഉളവാകുന്ന ഭയത്തോടുകൂടി നമ്മുടെ പ്രവാസകാലം നമുക്ക് കഴിക്കാം.
ആകയാൽ നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പരിമാറും, ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തെ സേവിക്കണം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തെ ഭയക്കുകയാണെങ്കിൽ, നാം മാതാപിതാക്കളെ ഭയക്കുകയാണെങ്കിൽ, ആമേൻ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് പോലെ നാം ദൈവത്തെയും ഭയന്ന്, ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ നാം ഒരുക്കമാണെങ്കിൽ നിശ്ചയമായി ദൈവം നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി. നമ്മുടെ കണ്ണുകളെ ദിവസത്തിൻ്റെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഭക്തൻ പാടിയതുപോലെ, ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ടു, നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു. അബ്രഹാമിനെ സ്നേഹിച്ച ദൈവം, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, കർത്താവെ തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ചതുപോലെ അടിയങ്ങളെയും ഈ നാളുകളിൽ അനുഗ്രഹിച്ച നന്മകൾക്കായി നന്ദി പറയുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരും കർത്താവെ അവർ ഭയപ്പെടുന്ന ദൈവസ്നേഹത്താൽ കർത്താവ് ഈ നാളുകളിൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഭയത്തോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ ദൈവം വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. ആരെയും ഭയമില്ലാതെ, ദൈവത്തെയും മനുഷ്യനെയും ഭയമില്ലാതെ, ശങ്കയില്ലാതെ കർത്താവെ ഈ ഭൂമുഖത്ത് എത്രയോ പേർ ദിനവും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ദൈവഭയത്തോടുകൂടെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ സ്വർഗം കൃപ ചെയ്യണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.